ഇയാള് പിന്നെന്തിനു മുണ്ടെടുക്കുന്ന? നിൽക്കൂ. എവിടെയും ടോളോ? രാവിലെ തന്നെ ഷാപ്പിലോട്ടാണ് അമ്മാവ? അല്ല, അമ്പലത്തിൽ ഒരു ഭജനയുണ്ട്. അമ്മാവൻ ഇങ്ങോട്ട് വന്നേ. കുളത്തിൽ തള്ളിയിടല്ലേ, പുറത്തും വെള്ളമാവും. എനിക്ക് അമ്മാവനോട് അത്യാഹിതമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അവിഹിതമായിട്ട് അത് ബോധിപ്പീര്. അമ്മാവൻ ഇങ്ങനെ ആൾക്കഹോളിയായി അതല്ലെന്ന് ഫുൾ ടൈം ഇങ്ങനെ മദ്യപിച്ചിടന്ന സുന്ദരിയായ അമ്മായിക്ക് മോക്കും പിന്നെ ആരുണ്ട്? അപ്പൊ എന്റെ കരള് കിഴങ്ങാവുന്നതിലല്ല, എന്റെ സുന്ദരിയായ ഭാര്യ മോളെ ഓർത്താ നിനക്ക് വിഷമം. അങ്ങനല്ലെന്ന്, അമ്മാവന്റെ മോളെ ഞാൻ കെട്ടിക്കോളാന്ന്. നിനക്ക് എന്ത് യോഗ്യതയുണ്ടോ എന്റെ മോളെ കെട്ടാൻ? യോഗ്യത? ജോലിയും യോഗ്യതയും. യോഗ്യത ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം. എന്റെ മോളെ നോക്കാനുള്ള പൊന്നു നിന്റെ ഉണ്ടോ? പൊന്നു സ്വർണ്ണമൊക്കെ 10-20 വെച്ച് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് ജാറാപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ ജാറിങ്ങോട്ട്. ഇനി അതും എനിക്ക് തണ്ണി കുടിക്കാനല്ലേ? സ്പൈഡർമാൻ നോ വേ ഹോം എന്ന ആ സിനിമയായിട്ട് എന്ത് ബന്ധം? എടാ, നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കേട്ടുള്ളന്ന്. നോ വേ ഹോം. ഒരു കല്യാണത്തിന് എത്ര ചെലവാന്ന് നിങ്ങൾക്ക് അറിയോ? ഹൽദിക്ക് 8 ഉപ്പി, റിസപ്ഷന് 10 ഉപ്പി, കല്യാണം ഹൗസ്ഫുൾ. വാറ്റേണ്ടി വരും. എടോ കുപ്പിത്താന്. ഉണ്ണിത്താൻ. അത് മാത്രമല്ല, കല്യാണത്തിന് ഡ്രസ്, മേക്കപ്പ് സെറ്റ്, ലൈറ്റ്, ഫുഡ് എല്ലാം കൂടി 10 ലക്ഷം ആവും. 10 ലക്ഷോ? ആ, ഇനി ആ ചെലവല്ല അമ്മാവന്റെ ഈ മരുമോൻ നോക്കിക്കോളാം. പക്ഷെ ഒരു വിഷമേ ഉള്ളൂ. എന്ത്? ട്രിപ്പിൾഎക്സും ജവാനും അറിയാത്ത നിനക്ക് ഞാൻ എങ്ങനെ കെട്ടിച്ചു തരും? സ്റ്റോക്ക് മാർക്കറ്റും ട്രേഡിംഗും ഒന്നും അല്ലല്ലോ അറിയാത്ത രണ്ട് മാട്ടയുടെ കാര്യല്ലേ. നടക്ക് ബാ. അപ്പൊ ഇന്ന് ഷാപ്പില് പാർട്ടി. ഷാപ്പാട്ടി. എന്നതാ കാര്യം? ഞാൻ ഇല്ലാത്ത നേരത്ത് നിന്റെ മോനും യവനും കൂടെ എന്റെ ഫ്ലാറ്റിൽ ഇരുന്ന് സിഗരറ്റ് വലി. സിഗരറ്റോ? ആരെങ്കിലും അവിടുന്ന് എടുത്തു. വന്നിരിടാ. എന്താ അങ്കിൾ? അവന്റെ ചുണ്ടിരിക്കുന്ന നോക്ക അയില വറുത്തു വെച്ച പോലെ. ഓ, ഇത് കൊഞ്ച് പൊരിച്ചു വെച്ചേക്കുന്നു. അതങ്ങനെ തന്തേടാണ്ടല്ലേ മോൻ പഠിക്കുന്നത്? ചുമ്മാ അനാവശ്യം പറയരുത്. ഉള്ള പറയല്ലേ, എന്റെ മോനെ ഞാൻ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ വളർത്തുന്നത്. ആ സ്വഭാവം അവനുണ്ട്. 17 ബിയിലെ രമ പറഞ്ഞ് രാത്രി 12 മണി കഴിഞ്ഞ ഈ കോഴിക്കുഞ്ഞിന്റെ ഒരു കുറുകലെന്ന് അവിടെ. രമയുടെ അവിടെ എന്താ ഇടപാട്? ഇത് കഴിഞ്ഞ് അവിടെയും കൂടെ പോവാ. ഇവനാ പറഞ്ഞ വട്ടത്തിൽ പുക വിടണമെന്ന്. വിടണാടാ, വട്ടത്തിൽ വിടണ. എന്നിട്ട് വട്ടത്തിൽ എന്നെ ഉണ്ടാകാനില്ലേ? ഒന്നെങ്കിൽ താരി ഫ്ലാറ്റിൽ നിന്ന് പോണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോണം. രമേശിന്റെ അടുത്ത് പറഞ്ഞാൽ നല്ലൊരു ഫ്ലാറ്റ് നോക്കി തരാം നിനക്ക്. എടോ പന്ന പുരുഷോത്തമ, ഇവന്മാരുടെ ഭാവി എന്താവും? നമുക്ക് ഇവന്മാര് ജർമ്മനിക്ക് വിടാം. എന്തിന് ഇനി വട്ടത്തിൽ നിന്ന് നീളത്തിൽ വിടാനാ? അല്ലടോ, ജർമ്മൻ ലാംഗ്വേജ് പോലും പഠിക്കാതെ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെ? എടാ, അതിനല്ലേ ബെർലിനർ ഓവർസീസ് 100% ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാമാ. അടുത്ത ഇന്ത്യക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. സംഭവം ശരിയാ. പക്ഷെ എന്റെ മോനെ ജർമ്മനിക്ക് വിടുവാണെങ്കിൽ തന്റെ മോനെ വിടാൻ പറ്റൂല. എന്താ ജർമ്മനിക്ക് പനി വരുമോ? നീ കുറെ നാളായില്ലേ എന്റെ മോനെ പറ്റി വേണ്ടാ ഞാൻ പറഞ്ഞില്ലേ? എന്റെ മോൻ അത്ര മോശമൊന്നുമല്ല. വിങ്ങും നെഞ്ചുടുക്കിൽ എന്റെ മോനെ അരയിന്ന് സിഗരറ്റ് കെട്ട് വലിച്ചിട്ട് താ ഒരു കാര്യം ചെയ്യും. താ അവനെ കൊല്ലേ. ഞാൻ എനിക്കൊണ്ട് അവനെ കൊല്ല. എന്നിട്ട് നമുക്ക് ജർമ്മനിക്ക് പോവാം. ഓ പുരുഷ കൂൾ 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 കൂളൊന്നും എന്റെ കയ്യിലില്ല. അയ്യോ, അതല്ല സമാധാനിക്കാൻ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇങ്ങോട്ട് പാടാ. അവന് ഭ്രാന്തം കണ്ടു.